പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിടുതലിൻ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിനും ഈ വിടുതലിൻ ശുശ്രൂഷകളിലേക്കും വളരെ പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം ശക്തീകരിക്കും, ദൈവം ബലപ്പെടുത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതിമഹത്വകരമാകുന്ന ഒരു ദിവസം, പ്രൈസ് ദി ലോർഡ്, ഒരു സീസൺ നിങ്ങളുടെ മുൻപിൽ ദൈവം തുറന്നു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദമുണ്ട്. ആ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ശരണപ്പെടുകയാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എനിക്ക് യോഗം നൽകി തന്നിരിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നുള്ള ഒരു വചനത്തിൽ നിന്നാണ്. ആ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഞാൻ ആ പദം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു: മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ പദം തന്നെ ഉരുവിട്ട് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ തന്റെ ഭക്തന്മാർ മിണ്ടാതിരുന്നിട്ടുണ്ട്. ആമേൻ. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ചില സാഹചര്യങ്ങൾ അവർക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. എന്നാൽ ചില സാഹചര്യങ്ങൾ അവരുടെ മുൻപിൽ എന്നേക്കും അസാധ്യമായി നിന്ന സാഹചര്യങ്ങളാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവം അവരോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. ഇന്ന് ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റെഡിയാകുമെന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ആ വിഷയവും ദൈവത്തിന്റെ സന്നിധിയിൽ മിണ്ടാതിരുന്ന് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ ഇന്നത്തെ പ്രാർത്ഥനയിൽ? രണ്ട്, നിങ്ങളുടെ മുന്നിൽ അസാധ്യം എന്ന് പറയുന്ന ആ സാഹചര്യം എന്തുമാകട്ടെ, നിങ്ങളുടെ സാമ്പത്തിക വിഷയമാകാം, നിങ്ങളുടെ ഭവനത്തിന്റെ പണി തീരാത്തതായിരിക്കാം, ഒരുപക്ഷെ ഡിവോഴ്സ് ആയിരിക്കാം, ഒരുപക്ഷെ വിദേശ രാജ്യത്തിൽ ജോലി നഷ്ടപ്പെട്ട് ട്രാവൽ ബാൻ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ആമേൻ. ലോണുകൾ, വലിയ ലോണുകളായിരിക്കാം. എന്തുമാകട്ടെ, ആ അസാധ്യത്തിന്റെ നടുവിൽ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ആമേൻ. മൂന്ന്, ദൈവം നിങ്ങളെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നു, അതിന്റെ നടുവിൽ നിർത്തിയിട്ട് ദൈവം പറവാനിടയായി തീർന്നു, മകനെ മകളെ മിണ്ടാതിരുന്നോ. അങ്ങനെയുള്ള അനുഭവമാണെങ്കിലും, ഈ പറഞ്ഞ ഏത് തലത്തിലുള്ള അനുഭവമാണെങ്കിലും അവിടെ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കും. ഒരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈജിപ്തിൽ നിന്ന് ഇസ്രയേലിനെ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൈ പിടിച്ച് ഇറക്കി കൊണ്ടുവന്നത് ദൈവമാണ്. ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു മേഖലയിലേക്ക് ദൈവം നിന്നെ നയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദേശത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ദൈവം നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ എനിക്കും നിങ്ങളോടുള്ള പ്ലാൻ എന്ന് പറയുന്നത് അത് നിങ്ങളെ നശിപ്പിച്ചു കളവാനല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനു വേണ്ടിയുള്ള പ്ലാനും പർപ്പസുമാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ആ ദേശത്ത് കൊണ്ടുവന്നതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെ കേൾക്കുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ആമേൻ.
ദൈവം ഇറക്കിയിട്ട് ഇപ്പോൾ ഈ ഇസ്രയേൽ ജനമായിരിക്കുന്നത് ചെങ്കടലിന്റെ മുൻപിലാണ്. ദൈവമല്ലേ ഇറക്കി കൊണ്ടുവന്നത്? എന്നിട്ട് എന്തേ ഇത്ര വലിയ വിഷയം അവർ അഭിമുഖീകരിക്കുവാനിടയായത്? പുറകിൽ ഫറവോന് സൈന്യമല്ലേ? ഈ ഇസ്രയേൽ കൊല്ലുവാൻ വേണ്ടിയല്ലേ കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടല്ലേ ഈ ഫറവോനും സൈന്യവും കൊണ്ടുവരുന്നത്, അവൻ വരുന്നത്? എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് യുദ്ധത്തിന് കുതിര വൃഥാവാകുന്നു. അന്ന് കാലഘട്ടങ്ങളിൽ അവൻ യുദ്ധം ചെയ്യിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് കുതിരയും ഹല്ലേലൂയ സ്തോത്രം അങ്ങനെയുള്ള രഥം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം പറയുന്നത്, ദൈവം ഒരു കാര്യത്തിന്റെ മേൽ കയറി ഇടപെടാൻ തുടങ്ങിയാൽ, മാനുഷികമായി കെട്ടി ഉയർത്തിയ എത്ര വലിയ ശക്തിയാണെങ്കിലും ദൈവം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് രണ്ടായി വിഭജിച്ചു പോകും. എന്നാൽ ഈ ചെങ്കടലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്നത്, മിണ്ടാതിരിക്കുക, മിണ്ടാതിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ആരോടോ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രവചന ശബ്ദത്തിലൂടെ, ഈ പ്രാർത്ഥനയിലൂടെ സംസാരിക്കുന്നു. നീ മിണ്ടാതിരുന്നോ, നിന്റെ മകന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ മിണ്ടാതിരുന്നോ, നിന്റെ മകൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ മിണ്ടാതിരുന്നോ, നിന്റെ രോഗത്തിനു വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ മിണ്ടാതിരുന്നോ, നിന്റെ സമ്പത്തിനു വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ മിണ്ടാതിരുന്നോ, നിന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നീ മിണ്ടാതിരുന്നോ, നിന്റെ എല്ലാ മേഖലകളിലും അവന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. യേശുവേ, ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിന്റെ മേൽ വലിയ വിടുതലുകൾ അയക്കണമേ. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ തന്നെ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നാണല്ലോ വചനം പറയുന്നത്. ഇസ്രയേലിനെ ചെങ്കടലിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് മുക്കി കൊന്നവനല്ലല്ലോ എന്റെ ദൈവം. ആ ചെങ്കടലിന്റെ മേൽ മിണ്ടാതിരുന്ന ജനത്തിനു വേണ്ടി അത്ഭുത വഴികൾ തുറന്നു കൊടുത്തവനാണല്ലോ എന്റെ ദൈവം. അങ്ങനെയെങ്കിൽ കണ്ണുനീരോടുകൂടെ, വേദനയോടുകൂടെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് എന്നെ കേൾക്കുകയും കാണുകയും ഇതിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ജനത്തിനു വേണ്ടി, മിണ്ടാതിരിക്കുന്ന ജനത്തിനു വേണ്ടി, ആശ്രയിക്കുന്ന ജനത്തിനു വേണ്ടി അത്ഭുത വഴികളും വിടുതലുകളും യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയെങ്കിൽ വലിയ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് രോഗങ്ങൾ മാറുകയാണ്. ഞാൻ ആത്മാവിൽ അത് കാണുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് ശാപങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ആ കുടുംബത്തിന്റെ മേൽ ദൈവശക്തി വെളിപ്പെടുകയാണ്. അത്ഭുതങ്ങൾ നിങ്ങൾ ഇന്നു തൊട്ട് സ്വീകരിക്കുക, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ തിങ്കളാഴ്ച തൊട്ടും ശനിയാഴ്ച വരെ ഈ ചാനലിലൂടെ ശക്തമേറിയ വിടുതലിൻ ശുശ്രൂഷകൾ നടക്കപ്പെടുന്നുണ്ട്. പ്രവചന ശബ്ദങ്ങൾ നമ്മൾ കൈമാറുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇന്ന് തൊട്ട് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. പ്രൈസ് ദി ലോർഡ്. അനേകായിരങ്ങൾക്ക് ഈ ചാനൽ ഇതിലൂടെ നടന്ന ശുശ്രൂഷകൾ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റത്തിന് എന്റെ ദൈവത്തിന് കാരണമാക്കുവാൻ പറ്റും. പെട്ടെന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ചൊന്ന് കടന്നു പോകാം. ശക്തമേറിയ ഒരു പ്രവചന ശബ്ദമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഇതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ കാണണം. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുമിച്ച് നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ഈ മെസ്സേജുകൾ അവസാനിപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് കയ്യിലെടുത്തോ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. അവിടെ വായിക്കുന്നത് ഇപ്രകാരമാണ്: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പറ്റുമെങ്കിൽ എന്നോട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ വചനം ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാൻ പറ്റുമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.
ഇത് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന ഒരു ശക്തമേറിയ ദൈവത്തിന്റെ വചനമാണ്. ആ വചനം എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ പറയുന്നത് പൗലോസിന്റെ ഒരു ദൈവത്തിലുള്ള അടിയുറച്ച ഒരു ഉറപ്പാണ്. ആമേൻ. എന്തു വന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവർ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ദൈവത്തിന് അത് നന്മയ്ക്കായി തീർക്കുവാൻ പറ്റും എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം, ഈ പ്രവചന ശബ്ദം, ഈ ദൈവിക ദൂതുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കു വേണ്ടിയിട്ടാണ്. ആമേൻ. ഇന്ന് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ശോധന നിന്റെ തിന്മയ്ക്കു വേണ്ടിയിട്ടുള്ളതല്ല. ആമേൻ. ആ പരിശോധന നിന്റെ തിന്മയ്ക്കു വേണ്ടിയിട്ടുള്ളതല്ല, അത് നന്മയ്ക്കാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. ഈ സകലവും ദൈവത്തിന്റെ കയ്യിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ സകലവും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും, ആ വേർഡ് എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, അത് അനുഗ്രഹം മാത്രമല്ല, വിജയങ്ങൾ മാത്രമല്ല, അവൻ തുറന്ന വാതിലുകൾ മാത്രമല്ല, നിന്റെ ജീവിതത്തിൽ ആ സകലം എന്ന് പറയുന്ന വേർഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ മേൽ നടക്കുന്ന റിജക്ഷൻ, നിരസിക്കപ്പെടുന്ന അനുഭവം, നിന്റെ ജീവിതത്തിൽ നടക്കുന്ന വെയിറ്റിംഗ് പീരീഡ്, കാത്തിരിക്കുകയാണ്. മാസങ്ങളായി കാത്തിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട്, ഒരു വാതിൽ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്തയോടും ഭാരത്തോടും കൂടി എന്നെ കേൾക്കുന്നവരുണ്ട്. കാത്തിരിപ്പിന്റെ അനുഭവം. പ്രൈസ് ദി ലോർഡ്. സകലവും എന്ന് പറയുന്ന ആ പദത്തിൽ ഉൾപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായ നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടം, നിന്റെ ജീവിതത്തിന്റെ കരിയർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ഒരു സീസൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. നിന്റെ ജീവിതത്തിന്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. ആ നഷ്ടങ്ങൾ, ആമേൻ, നിന്റെ ജീവിതത്തിന്മേൽ നടന്ന അനീതികൾ, നീ ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി നിനക്ക് പഴി കിട്ടുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള അനുഭവങ്ങൾ, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ അനീതികൾ. ആമേൻ. അടുത്തത് നിന്റെ മരുഭൂമിയുടെ കാലങ്ങൾ. അർത്ഥാൽ ആർക്കും പ്രവർത്തിക്കുവാനും ആരും നിന്നെ കാണുവാനില്ലെന്നും നീ ഒറ്റപ്പെട്ടു എന്നും, പ്രൈസ് ദി ലോർഡ്, ഇതെന്റെ ജീവിതത്തിന്റെ അവസാനമാണോ എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈസ് ദി ലോർഡ് മരുഭൂവാസത്തിലേക്ക് നീ കടന്നു പോകുവാനിടയായി തീർന്നു. ഇങ്ങനെയുള്ള സകല അനുഭവങ്ങളും, ആമേൻ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, നിന്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾ, നിന്റെ ജീവിതത്തിൽ നടന്ന വിജയങ്ങൾ, നിന്റെ ജീവിതത്തിൽ നടന്ന തുറന്ന വാതിലുകൾ, ഇത് മാത്രമല്ല, സകലവും എന്ന പദത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നടന്ന റിജക്ഷൻ, നിന്നെ എല്ലാവരും നിരസിച്ചത്, നിന്റെ ജീവിതത്തിൽ നടന്ന കാത്തിരിപ്പിന്റെ അനുഭവങ്ങൾ, വെയിറ്റിംഗ് പീരീഡ്, നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ നഷ്ടപ്പെട്ട കാലങ്ങൾ, നഷ്ടപ്പെട്ട സമ്പത്ത്, നഷ്ടപ്പെട്ട ബിസിനസ്, നഷ്ടപ്പെട്ട ഹെൽത്ത്. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നടന്ന അനീതിയുടെ നാളുകൾ, ആരും കാണാതെ നീ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ നാളുകൾ. ആമേൻ. മരുഭൂമിയുടെ അനുഭവം. ഇതാണ് സകലവും എന്ന പദത്തിന്റെ അർത്ഥം. അർത്ഥാൽ ഈ സകല അനുഭവങ്ങളിൽ കൂടി നീ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് എന്റെ ദൈവത്തിന് നന്മയ്ക്കാക്കി തീർക്കാൻ പറ്റും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എന്തു ജീവിതത്തിൽ സംഭവിച്ചോ ആ തിന്മകൾ എന്റെ ദൈവത്തിന് നന്മയ്ക്കാക്കി തീർക്കാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ: കഴിഞ്ഞ നാളുകളിൽ വന്ന തിന്മകൾ എന്റെ ദൈവം നന്മയ്ക്കാക്കി തീർക്കും.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്, എന്ത് നഷ്ടമായോ അത് നിന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ലാഭമാക്കി തീർക്കും. ഏത് വിഷയത്തിനു വേണ്ടിയാണോ നീ വെയിറ്റ് ചെയ്തത്, അതിന്റെ വെയിറ്റിംഗ് പീരീഡ് ഓവറായി അടുത്തൊരു മേഖല ദൈവം നിന്റെ മുമ്പിൽ തുറന്നു തരികയാണ്. സംഭവിക്കട്ടെ. ഇത് പറയുമ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും, എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും, എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും സൂം മീറ്റിംഗിൽ ഞങ്ങൾ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്നെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയമുണ്ട്. തിങ്കളാഴ്ച ദിവസവും ബുധനാഴ്ച ദിവസവും രാത്രി 10:30 നമ്മളുടെ ഇന്ത്യൻ സമയം രാത്രി 10:30 നമ്മുടെ മീറ്റിംഗുകൾ നടക്കുന്നത്. അത് ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ പ്രയർ ആണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയം കൂടിയാണത്. ആമേൻ, ആമേൻ. ദൈവം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയ്ക്കു വേണ്ടിയിട്ടാണ്. ഒരു പദം കൂടി ഞാൻ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മോശയുടെ ആദ്യ 40 വർഷം എന്ന് പറയുന്നത് രാജകൊട്ടാരത്തിൽ ജീവിക്കുകയും വളർത്തപ്പെടുകയും രാജകൊട്ടാരത്തിന്റെ നന്മകൾ അനുഭവിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു ആദ്യ 40 വർഷം. എന്നാൽ പിന്നീട് നടന്ന 40 വർഷം എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായിരുന്നു. എങ്ങനെ അവൻ രാജകൊട്ടാരത്തിന്റെ ഉന്നതിയിൽ അവൻ ജീവിച്ചോ അത്രയും താഴ്ത്തേക്ക് അവൻ വന്ന് പതിക്കുവാനിടയായി തീർന്നു. ഇന്ന് ഈ പ്രവചന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ പറയുകയും കരയുകയും ചെയ്തത് അത് തന്നെയല്ലേ? ഉന്നതിയിൽ ഞാൻ ജീവിച്ച നാളുകൾ, നല്ല രീതിയിൽ ജീവിച്ച വർഷങ്ങൾ, നല്ല രീതിയിൽ നടന്ന ദിനങ്ങൾ എന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ തകർച്ചയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നവരുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിലുള്ള പുതിയ ജീവനും പുതിയ ശക്തിയും ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുക യേശുവിന്റെ നാമത്തിൽ. നഷ്ടഭാരമുണ്ടായിട്ട് സമ്പത്ത് മൊത്തം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഭവനവും നഷ്ടപ്പെടുമെന്നുള്ള ചിന്തയിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പുതിയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരികയാണ്, സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. മോശയുടെ ഫസ്റ്റ് ഫേസ് ഓഫ് ലൈഫ് ഏറ്റവും ഉന്നതി. രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് 40 വർഷം ഏറ്റവും താഴ്ന്ന അനുഭവം. എന്നാൽ അടുത്ത 40 വർഷം അവന്റെ കോളിംഗിലേക്ക് ദൈവം അവനെ കയറ്റി. ഇന്ന് ഞാൻ ആരോടൊക്കെയോ പ്രവചിച്ചു പറയുകയാണ്, നിന്നെ ദൈവം നിന്റെ കോളിംഗിലേക്ക് കയറ്റുകയാണ്. ദൈവം നിന്റെ പർപ്പസിലേക്ക് കയറ്റുകയാണ്. ദൈവം നിന്റെ ഡെസ്റ്റിനിയിലേക്ക് കയറ്റുകയാണ്. ഈ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നിന്റെ തിന്മയ്ക്കല്ല, ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർക്കും. ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർക്കും. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മെസ്സേജുകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ്. ദയവായി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമാകും. 2, ഈ ശുശ്രൂഷകളുടെ ഒരു വലിയ ഭാഗം കൂടി നിങ്ങൾ ആയിത്തീരുകയാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. പിന്നീട് നമ്മൾക്ക് കാണുന്നത്, വിക്കനായ മോശ ശക്തമേറിയ ജനതയെ തന്റെ മുൻപിൽ നിന്നുകൊണ്ട് നയിക്കുന്നതാണ്. ചിലരോട് ഞാനൊരു ദൂത് പറയാം. ഇതെല്ലാവർക്കുമുള്ള ദൂതല്ല, ഇത് ചിലരോടുള്ള ദൂതാണ്. ഈ സീസണിൽ തകർക്കപ്പെട്ട നിന്നെ ചിലരെ നയിക്കുവാൻ,
ചില കമ്പനിയെ നയിക്കുവാൻ, ചിലർ അങ്ങനെ കേൾക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില സഭകളെ നയിക്കുവാൻ, ചില ദേശത്തെ നയിക്കുവാൻ ദൈവം നിന്നെ മുൻപന്തിയിൽ കൊണ്ടുവരും. ദൈവം നിന്നെ മുൻപന്തിയിൽ കൊണ്ടുവരും. ദൈവം നിന്നെ മുൻപന്തിയിൽ കൊണ്ടുവരും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കുകയാണ്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണമെങ്കിൽ ഒന്നാമത്തെ പദം, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണല്ലോ, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. 2, നിർണയപ്രകാരം ദൈവഹിതപ്രകാരം നീ നടക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ ദൈവഹിതമല്ലാതെ വഴിവിട്ടാണ് നീ നടക്കുന്നതെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ദൈവഹിതമനുസരിച്ച് നീ ചലിക്കണം. ദൈവഹിതപ്രകാരം നീ നടക്കണം. ദൈവഹിതപ്രകാരം, ദൈവഹിതം എന്ന് പറയുന്നത് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുക എന്നുള്ളതാണ്. ദൈവഹിതം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്നതും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതുമല്ല, കൂട്ടായ്മയിലാണ് ബലം. അതുകൊണ്ടാണ് ദൈവം കൂട്ടായ്മകൾ വെക്കുവാനിടയായി തീർന്നത്. ഇതുവരെ നിങ്ങൾ ഒരു കൂട്ടായ്മയിൽ പോകാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ദേശത്തുള്ള സഭകളെ തേടുക, ആ കൂട്ടായ്മകളിൽ നിങ്ങൾ പങ്കുചേരുക. അവിടെ മാത്രമാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങൾക്ക് കാണുവാൻ പറ്റുകയുള്ളൂ. അത് 100% ബിബ്ലിക്കലാണ്. അവൻ നമ്മുടെ ആരാധനകൾ നടക്കുന്നത് പാലക്കാട് വെച്ചാണ്. പാലക്കാട് ജോബീസ് മോൾ, സുൽത്താൻ പേട്ട് എന്നറിയപ്പെടുന്ന സ്ഥലത്തിലുള്ള ജോബീസ് മോളിന്റെ 4ാമത്തെ നിലയിലുള്ള സിൽവർ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ മീറ്റിംഗുകൾ നടത്തപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10:30 തൊട്ട് 1:30 വരെയുള്ള സമയം ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വിടുതൽ ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്മേൽ വലിയ മാറ്റങ്ങൾ ചെയ്യുവാൻ പറ്റും. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ ജനത്തിന്റെ നടുവിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സകലതും നന്മയ്ക്കാണെന്ന് എനിക്കറിയാം. ദൈവം അത് ചെയ്യും. അനുഗ്രഹിക്കുകയാണ്. ദൈവകൃപ കൊണ്ട് നിറയ്ക്കും. ഇവരെ അനുഗ്രഹിക്കുകയാണ്. ഇവരൊരു അനുഗ്രഹമാകും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്ക്രീനിൽ കാണുന്ന പ്രീശലോ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും. നാളെ ഓരോരു മെസ്സേജുമായി കാണാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. God bless you. God bless you. God bless you.